അങ്ങനെ ഈ ഒരു ഇറക്കത്തിലാണ്, കുറച്ച് നടക്കണം. നമ്മൾ ഈ അഡ്രസ്സൊക്കെ നോക്കി കറക്റ്റ് സ്ഥലത്തെത്തി. അപ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോഴാണ് നമ്മുടെ എയർബിഎൻബിയുടെ ഇത് വേറൊരാളുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അയാളുടെ ഷെയറിങ് അക്കോമഡേഷൻ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റും കിച്ചനും ഒക്കെ ഷെയർ ചെയ്യണം, റൂമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇവള് ഫോണിൽ വിളിച്ചപ്പോഴാണ് ഇതൊരു പെണ്ണാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ ആണാണെന്നാണ് വിചാരിച്ചത്. ഓസ്ലം എന്നായിരുന്നു അവരുടെ പേര്. ഓസ്ലം എന്ന് കേട്ടപ്പോൾ അതൊരാണാണെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ മുകളിൽ നിന്ന് തന്നെ ലോക്ക് തുറന്നു തരും. ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴേന്ന് ലോക്ക് തുറന്ന് നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 5 നില കയറണം മേലേക്ക്. അത് അറിയില്ലായിരുന്നു കേട്ടോ. ഈ ഇടനാഴിയിലെങ്ങും ഈ ഒരു തരം മരക്കോണിയാണ്, പഴയ ബിൽഡിങ്ങാണത്. അതിൽ കൂടെയൊക്കെ കഷ്ടപ്പെട്ട് പെട്ടിയൊക്കെ വലിച്ച് മേലെ എത്തി കഴിഞ്ഞത് തുറന്നു കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ഫോട്ടോയിൽ എയർബിഎൻബിയിൽ ഇങ്ങനെ ഫോട്ടോ കൊടുത്തിരിക്കും, പിന്നെ കുറേ റിവ്യൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് ബുക്ക് ചെയ്യണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടതും ആയിട്ട് ആ ഫോട്ടോയിൽ ഒരു വാൾ ഹാങ്ങിങ് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് മാത്രം എനിക്ക് കണ്ടു, അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു റൂം ഇത് തന്നെയാണ്, പക്ഷേ ഫോട്ടോ വേറെയും സ്ഥലം വേറെയാണ്. അതിനകത്ത് ഡംപ് ചെയ്ത് സാധനങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളുടെ റൂമിലെ കട്ടിൽ കുറച്ച് ചെറുതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഹാളിൽ നല്ല കൗച്ചുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറൊരു ടർക്കിഷ് ഒരു ആളുടെ കൂടെയാണല്ലോ നമ്മൾ താമസിക്കുന്നത്, അപ്പോൾ അവരുടെ രീതികളൊക്കെ ഒന്ന് പഠിക്കാം, അങ്ങനത്തെയൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൗച്ച് നിറയാൻ ഭയങ്കര സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിരിക്കുകയാണ്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ അവൾ പറഞ്ഞു എന്നാ വേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ കട്ടിൽ വലിയ ഡബിൾ കോട്ടുണ്ട്, അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ റൂമിലാണെങ്കിൽ ആ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ, ഒരു വിരി പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഓണർ ഒസ്ലം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്, നല്ല സുന്ദരിയായ ഒരു 20s ഉള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ ഇവള് ഞങ്ങളെ ഒന്ന് സോഫയൊക്കെ ഒന്ന് ഇതാക്കി അവിടെ ഒന്ന് ഇരിക്കാൻ സമ്മതിച്ചു. അങ്ങനെ അടുക്കള ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്, അത് ക്ലീൻ ചെയ്യാനിട്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഒരു പെൺകുട്ടി അവൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വി വിൽ ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവള് അടുക്കള അടച്ചിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ ടയേർഡാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ചായയോ കാപ്പിയോ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചൺ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവള് കിച്ചൺ തുറക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് 2 കാപ്പി ചായ ഉണ്ടാക്കി കൊണ്ടു തന്നു. അങ്ങനെ ഞങ്ങൾ നിരാശരായെങ്കിലും ഞങ്ങൾ വിട്ടില്ല. ഇത് പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച് ഇങ്ങനെ ഇറങ്ങുന്ന കടലല്ല, കോർണിഷ് ഏരിയയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നല്ല കാറ്റൊക്കെ വരുന്നു, ഈ സീഗേൾസിൻ്റെയൊക്കെ ശബ്ദം അങ്ങനെ ഉണ്ടല്ലോ, ആ കടലിൻ്റേതായ ഒരു ഫീലിംഗ് ഒക്കെ വരുന്ന സ്ഥലമാണ്. അതും ഒരു പോസിറ്റീവായിരുന്നു. നമുക്ക് ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ഇസ്മീർ നഗരത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ ആ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കടലിന് പാരലായിട്ടാണ് ട്രാംവേ പോകുന്നത്. അപ്പോൾ അതിൽ കൂടെ ആ ഒരു ട്രാമിൻ്റെ പോക്കും, പിന്നെ അവിടെ കുറേ മോണിമെൻറ്റ്സും കുറേ കുട്ടികളും ഇതൊക്കെ ചെറിയ സൈക്കിളൊക്കെ കൊണ്ടുവന്ന് ചവിട്ടുന്നു. അങ്ങനെ നല്ലൊരു സ്ഥലം നമുക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം റൂമിലെത്തി. പിറ്റേ ദിവസമായപ്പോൾ രാവിലെ അതുപോലെ ഹീറ്റർ ഓൺ ചെയ്യണം ചൂടുവെള്ളത്തിന്. അത് വന്ന് ഓൺ ചെയ്യണം, നമുക്ക് അതിൻ്റെ സ്വിച്ചൊന്നും കാണിച്ചു തന്നില്ല. അങ്ങനെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് എന്ന് ഓക്കെ, പക്ഷേ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് സാധനങ്ങളൊക്കെ നിറച്ച് പാക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ബാത്റൂം, അതിൻ്റെ ഉള്ളിൽ സിഗരറ്റിൻ്റെ സ്മെല്ല്. ഇവളാണ് ഇടയ്ക്ക് ബാത്റൂമിൽ കയറിയിരുന്ന് സിഗരറ്റ് വലിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഒരു 8 മണി. അപ്പം നമുക്ക് ചായ കാപ്പിയൊന്നും കിച്ചൺ അപ്പോഴും തുറന്നു തരുന്നില്ല. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ചായയൊക്കെ കുടിക്കണം എന്നുണ്ടാവുമല്ലോ തണുപ്പൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഞങ്ങളൊരു 8-8:30 ആയപ്പോൾ പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ടർക്കിയിൽ പോയിട്ട് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ്. നമ്മുടെ നാട്ടിൽ പോയ ഒരു സ്ട്രോങ് ചായ, പാല് കൂട്ടി മധുരം കുറച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒറ്റ ചായയാണ്. അപ്പോൾ ഈ ചായ ചെറിയ ചായക്കടകളിൽ ആണെങ്കിൽ ചായക്ക് നിങ്ങൾക്ക് 2 ലിറയാണ്. പിന്നെ കുറച്ചും കൂടെ വലിയ ഒരു ആവറേജ് കടകളിൽ ഒരു 5, പിന്നെ കുറച്ചും കൂടെ ഇത് പോയി കഴിഞ്ഞാൽ 10. ഞങ്ങൾ 12 ലിറയുടെ വരെ
വരെ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ എന്തായാലും 2ന്റെ ചായ എവിടെ കിട്ടുന്ന അത് നോക്കി നമ്മൾ അങ്ങനത്തെ കടയിൽ കയറി ചായ കുടിക്കും. എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായ ഫ്രീയുമാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചപ്പോൾ ഇവരോട് ഞങ്ങൾ ഇന്ന് പോകാനുള്ള എഫിസ് എന്ന് പറഞ്ഞ എഫിസിസ് എന്നാണ് പേര്, പക്ഷേ എഫിസ് എന്നേ പറയുള്ളൂ അവർ. അപ്പോൾ എഫിസിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ചോദിച്ചു. അപ്പോൾ അടുത്ത മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഒരു കൽക്കാപ്പിനാർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മെട്രോ ഇല്ല, പിന്നെ സാധാരണ ട്രെയിനിൽ കയറണം. അപ്പോൾ ഈ സാധാരണ ട്രെയിൻ എന്ന് പറയുമ്പം ഇസ്മീറിൻ്റെ മാത്രമായിട്ട് അങ്ങനത്തെ ഒരു ട്രെയിൻ ഉണ്ടാണ്, ഇസ്ബാൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ഇസ്ബാനിൽ കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ചായ കുടിക്കുന്നു. മെട്രോ സ്റ്റേഷനിൽ പോയി കൽക്കപ്പിനാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അത് അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വണ്ടിയിൽ ട്രെയിനിലുള്ള ആൾക്കാരോട് ചോദിച്ചു നമുക്കിങ്ങനെ എഫിസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എഫിസിൽ പോകണമെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു പട്ടണമാണ് സെൽജുക്ക്. ഈ സെൽജുക്ക് എന്ന് പണ്ടൊരു സെൽജുക്ക് രാജവംശമൊക്കെ ഉണ്ടായിരുന്നു ടർക്കിയിൽ, ആ ഒരു പേരാണ് ആ സ്ഥലത്തിന്. അപ്പോൾ നമ്മൾ ഈ സെൽജുക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വഴി ചോദിച്ചു, ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഈ വഴിയിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളോടായിരുന്നു ചോദിച്ചത്. അങ്ങനെ ഇയാൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ പെട്ടി പോലെയൊക്കെ പിടിച്ചു വഴിയിൽ വെക്കുന്നു, പിന്നെ നടന്ന് കച്ചവടം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾ ഞങ്ങളുടെ പുറകെ വരാൻ തുടങ്ങി. ഞങ്ങൾ സെൽജുക്കിലേക്കുള്ള ട്രെയിൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ കൊണ്ട് എന്തോ സാധനം വാങ്ങിപ്പിക്കാൻ വരികയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാസ്റ്റായിട്ട് നടന്നു. ഇയാൾ ഓടി വന്ന് എൻ്റെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു കടലാസ് എടുത്ത് നീട്ടി. അതിൽ ഇയാൾ ഈ വഴിയെല്ലാം വരച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇവിടെ നിർത്തണം, പിന്നെ കയറണം, ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം എഴുതി അയാളുടെ ഭാഷയിൽ അത് എഴുതിയിട്ടുമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വിചാരിച്ചു അയ്യോ അയാൾ വഴി പറഞ്ഞു തരാൻ വേണ്ടി പുറകെ ഓടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നു. പിന്നെ അവർ വഴി പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് റൈറ്റിലേക്കാണ് പോകണമെങ്കിൽ ഇങ്ങനെ വലത് കൈ കാണിക്കും, ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇടത് കൈ കാണിക്കും. അപ്പോൾ അവർ പറഞ്ഞു സെൽജുക്കിലേക്ക് ഒറ്റ ട്രെയിൻ കിട്ടില്ല, മാറി കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാറി കയറണം, അങ്ങനെ ഒരു 3 സ്ഥലത്ത് മാറി കയറണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ട്രെയിൻ അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് വഴി ചോദിക്കുമ്പോഴും ആരെങ്കിലും അയാൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അയാൾ അടുത്തിരിക്കുന്ന ആളോട് പറയും ഇവരെ അടുത്ത ട്രെയിനിൽ കയറ്റി വിടണമെന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ കൈമാറി വിടുകയാണ്. അപ്പോൾ നമുക്കൊരു പേടിയും വരുന്നില്ല, ഒരു കൺഫ്യൂഷനും വരാതെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സെൽജുക്കിലെത്തി. അപ്പോൾ സെൽജുക്കിലെത്തിയപ്പോൾ സെൽജുക്ക് ഒരു ചെറിയ സ്റ്റേഷനാണ്. അവിടെ ഇത് എൻഡ് ചെയ്യാണ്, ഈ റെയിൽവേയും എല്ലാം അവിടെ അവസാനിക്കുകയാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ കടലാണ്, ഏജൻസിയാണ്. അപ്പോൾ അതവിടെ അവസാനിച്ചു. ആ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ നാട്ടിൽ ഷൊർണൂർ നിലമ്പൂർ ആ ഒരു വഴിയിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, ചെറിയ പണ്ടത്തെ യൂറോപ്യൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചെറിയ സ്റ്റേഷനുകളുണ്ട്, മേലാറ്റൂർ, തൂര്, അവിടെയൊക്കെ. ആ ഒരു സ്റ്റേഷനുകളുടെ പോലത്തെ ഒരു കെട്ടിടം, അതിൻ്റെ കുറച്ചുകൂടെ നല്ല ഒരു ബ്യൂട്ടിഫൈ ചെയ്ത ഒരു വേർഷനാണ്. എന്നാലും അതുപോലത്തെ ഒരു സ്റ്റേഷൻ. അവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പം പെട്ടെന്നൊരു മാജിക്കൽ ടൗണാണ് ഈ സെൽജുക്ക് എന്ന് പറയുന്നത്. നമ്മൾ വലിയ ഒന്നുമില്ല അവിടെ, ഒരു കൺസ്ട്രക്ഷനും ഒന്നുമില്ല. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ റോമ സാമ്രാജ്യത്തിൽ നിന്നും അങ്ങനെ ഗ്രീക്ക് റോമൻ ഇതിൽ നിന്നൊക്കെ വന്ന മാതിരിയുള്ള കുറേ തൂണുകളൊക്കെ വെച്ച ഒരു സ്ഥലം. ആ ഏരിയ മുഴുവനും ഇതുപോലെ ചായക്കടകളും ആൾക്കാരിങ്ങനെ ഇരുന്നിട്ട് ഈ ചായ കുടിക്കൽ തന്നെയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുമ്പോൾ ഈ 2 സൈഡിലും ഈ പബ്ബുകളും ഇതുപോലെയുള്ള ഈറ്ററീസൊക്കെയാണ് നിറച്ചും. അപ്പോൾ അതൊക്കെ ഒറ്റമുറി കടകളൊക്കെയാണ്. എന്നിട്ട് ഈ ഇവരുടെ ഇരിപ്പിടങ്ങൾ മുഴുവനും പുറത്താണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരിക്കുന്നു. പിന്നെ ഈ വള്ളിച്ചെടികളൊക്കെ പടർത്തി വിട്ട ഒരുതരം പന്തൽ പോലെയുള്ള സ്ഥലങ്ങൾ. എന്താണെന്നറിയില്ല, ആ ടൗണ് മുഴുവനും കണ്ടാലൊരു പാർക്ക് പോലെ ഉണ്ടാവും. അതുപോലത്തെ ഒരു സ്ഥലം കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഭയങ്കര ഇഷ്ടമായി പോകും നമുക്ക്. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ കുറേ നടന്നു. പിന്നെ മെയിൻ റോഡ് ഒരെണ്ണം പോകുന്നുണ്ട്. ആ റോഡിലാണെങ്കിലും ഇതുപോലെ 2 സൈഡിലും നിറയെ ഓറഞ്ച് കായ്ച്ച് നിൽക്കുക. അപ്പം ഈ കാഴ്ച പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് കേട്ടോ, ഈ ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്താ എഫിസ് കാണാൻ പോലാണല്ലോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഈ ട്രെയിനിൽ വന്നിറങ്ങിയ ഒരു ടീം, കുറേ കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസ് പോലെ, അവർ എഫിസിലേക്കാണ്. അപ്പോൾ അവർ പോകുന്ന കൂടെ ഞങ്ങൾ പോയി. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഈ ചെറിയ ബസ്സുകൾ, മിനി ബസ്, ഈ ബസ്സിന് അവർ ബസ് എന്നാണ് പറയുക. അപ്പോൾ മിനി ബസ് ഉണ്ടെന്ന്. അങ്ങനെ മിനി ബസ്സിൽ കയറി ചെറിയ ദൂരമേ ഉള്ളൂ. നമ്മൾ
5 ലിറ അത്ര അങ്ങാണ്ടേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഈ മിനി ബസ്സിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഡ്രൈവർ ഉണ്ടാവും, ഡ്രൈവർക്കും പിന്നെ 2 പേർക്ക് ഇരിക്കാം, ബാക്കിൽ നമ്മുടെ ട്രാവലറൊക്കെ പോലെ കുറച്ച് സീറ്റുകൾ. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ചെന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ സീറ്റ് തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ നമ്മളെ ഫ്രണ്ടിലിരുത്തും. അങ്ങനെ അവിടെ ഇരുന്ന് ഈ എഫീസിൻ്റെ അവിടെ പോയി ഇറങ്ങി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ ഇത് ഇരിക്കുന്നത് കടലിൻ്റെ തൊട്ടരികത്താണ്, ഈ ഏജൻസിയുടെ അടുത്താണ്. ഈ ഏജൻസിയുടെ തൊട്ടപ്പുറത്തെ സ്ഥലം നമ്മൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ്, അപ്പുറത്ത് ഗ്രീസാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരവും പോക്കും, ഇവിടെ പോർട്ടുണ്ട്. അങ്ങനെ ഈ സിറ്റി നമ്മളപ്പോൾ ഇവിടെ ഈ മ്യൂസിയത്തിൻ്റെ അവിടെ വന്നു. അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ അത് ഫുൾ കാണണം അന്നത്തെ ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ. അതല്ലാതെ നമുക്ക് മ്യൂസിയം ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു പാസ് എടുക്കാം. ആ പാസ് എടുത്തു കഴിഞ്ഞാൽ ടർക്കിയിലുള്ള എല്ലാ മ്യൂസിയം, ആ ലിസ്റ്റിൽ പെട്ട മിക്കവാറും എല്ലാ മ്യൂസിയങ്ങളും കയറാം. അത് പക്ഷേ 15 ദിവസത്തെ സമയമുണ്ട്. പക്ഷേ എല്ലാം സിംഗിൾ എൻട്രിയാണ്. അപ്പം നമ്മളിപ്പോൾ ഏതെടുത്താലും ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു 2 മണിയോളമായി. അപ്പം നമ്മൾ വിചാരിച്ചു ഏത് ടിക്കറ്റ് എങ്ങനെ എടുത്താലും ഇന്ന് ഇത് കണ്ടു തീരില്ല എന്ന് അവിടെ നിന്ന ആൾ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ കയറിയാൽ രാവിലെ കയറിയാലേ ഉള്ളൂ നിങ്ങൾക്കിത് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നാൽ മ്യൂസിയം ഇന്ന് കാണണ്ട, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തിരിച്ച് ഇപ്പോൾ ഈ വന്നത് ഒരു 80ഓളം കിലോമീറ്റർ വന്നു, നമ്മൾ പല ട്രെയിൻ മാറി കയറി. അപ്പോൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്താണെന്ന് അങ്ങനെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കാം ഇന്നൊരു ദിവസം. അവളുടെ ആ ഒസ്ലമിൻ്റെ മുറിയിൽ പോയിട്ട് കഷ്ടപ്പെടുകയും വേണ്ടല്ലോ. അങ്ങനെ അവിടെ ഒരു അങ്ങാടിയുടെ അവിടെ തന്നെ ഒരു പാരീസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടു. അതൊരു ഗ്രീക്ക് വംശജനാണ് ആ ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അയാളോട് ചോദിച്ചു ഞങ്ങൾക്കൊരു മുറി വേണം എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു 500 ലിറ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു മുറി മതി, ഞങ്ങൾ ഒരു നൈറ്റ് സ്റ്റേ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇസ്മീറിൽ മുറിയൊക്കെ ഉണ്ട്, അപ്പോൾ ഇവിടെ എഫീസ് കാണാൻ വേണ്ടി ഒന്ന് നിൽക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ശരി എന്നാൽ നിങ്ങളൊരു 300 രൂപയുടെ ഒരു മുറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെയും വാടക കുറച്ചുകൂടെ കുറഞ്ഞത്, അപ്പോൾ അയാൾ 250 എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല കുറച്ചുകൂടെ താഴെ. അങ്ങനെ പറഞ്ഞ് മോഹൻലാലും ശ്രീനിവാസനും പറഞ്ഞ മാതിരി ഒന്നുകൂടെ താഴെ വരട്ടെ എന്ന് വെച്ചാൽ 150 വരെ അയാളെത്തി. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഒന്നുകൂടെ താഴെ നടപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 100 ലിറ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മുറി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ 100 ലിറയുടെ മുറി, ഞങ്ങൾ ഏറ്റവും മേലത്തെ നിലയിലാണ്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേലെ പോയി. ഏറ്റവും മേലത്തെ മുറി നല്ല അടിപൊളി മുറിയാണ്, ഒരു കുഴപ്പമില്ല, വലിയ മുറി, എല്ലാ സൗകര്യമുണ്ട്. പിന്നെന്താ ഞങ്ങൾ 100 ലിറയ്ക്ക് ആ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈ ടൗണിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ സെൽജുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു പ്രത്യേകത തോന്നുന്ന ഒരു സിറ്റിയാണ്. നമുക്ക് അവിടെ നിന്ന് പോകാനൊന്നും തിരിച്ചു പോരണ്ടെന്നൊക്കെ തോന്നുന്നു, അവിടെ അങ്ങ് താമസിച്ച് പോകാൻ അതുപോലൊരു ഭംഗിയാണ്. അത് പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല ആ ഒരു മൊത്തം ഒരു ഫീൽ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒരു കുന്ന് കയറിയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അവിടെ എല്ലായിടത്തും ഈ എഫീസിൻ്റെ ബാക്കിയായിട്ടുള്ള കുറേ തൂണുകളും ഇതെല്ലാം അങ്ങനെയാണ് ആ സിറ്റിയുടെ ഒരു കിടപ്പ്. അതൊക്കെ കണ്ടു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് നേരത്തെ പോയിട്ട് എഫീസ് കാണണം എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നത്. അങ്ങനെ ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീറ്റു 8 മണിയൊക്കെ തന്നെ ആയപ്പോൾ ഞങ്ങൾ വേഗം താഴെ വന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സിമ്പിളായ സാധനങ്ങളാണ്, ചായയും ബ്രെഡും അങ്ങനെയൊക്കെയുള്ള. അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വന്നു കേട്ടോ. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ കണ്ട സ്ഥലമേ അല്ല അത്. അവിടെ മുഴുവൻ ഒരു മാർക്കറ്റായി മാറി. അപ്പോഴാണ് ഈ ഹോട്ടലിലെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇവിടുത്തെ വീക്ക്ലി മാർക്കറ്റാണ്, ആഴ്ച ചന്തയാണെന്ന് പറഞ്ഞു. അതൊരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷനാണ്. എന്താ വെച്ചാൽ ഇന്നലെ ഇല്ലാതിരുന്ന കുറേ സ്റ്റാളുകൾ, അതിലെല്ലാ ഒരു 40% അല്ല ഒരു 90% സെയിൽസൊക്കെ നടത്തുന്ന എല്ലാം സ്ത്രീകളാണ്. അവരിങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു ഭാഗത്ത് മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ് പലതരമാണല്ലോ, ഈ വാൾനട്ട് വലിയ
അതായിട്ടുള്ളത്. പിന്നെ ചെസ്നട്ട്, ഹേസിൽനട്ട്, അങ്ങനെ നമ്മൾ കാണാത്ത, നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലാത്ത കുറേ സാധനങ്ങൾ. പിന്നെ പച്ചക്കറികളും പഴങ്ങളും അത് വേറൊരു ഭാഗത്ത് അതങ്ങനെ ഈ കണ്ട കൊതിയാവും. സ്ട്രോബെറി, പിന്നെ നമ്മൾ പലതരം ബ്ലാക്ക്ബെറി, ഇത് മൾബെറിയുടെയൊക്കെ തന്നെ പലതരം വെറൈറ്റി. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര കാഴ്ചയായിപ്പോയി. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ എഫിസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ പക്ഷേ ഈ മ്യൂസിയം ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മ്യൂസിയം കാണാനുള്ള ടിക്കറ്റ് എടുത്തില്ല. കാരണം നമ്മൾ ഈ 15 ദിവസത്തിനുള്ളിൽ ഈ മ്യൂസിയം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തിരിച്ച് എത്തണം. പ്രത്യേകിച്ച് ഇസ്താംബൂളിലൊക്കെയാണ് മ്യൂസിയംസ് അധികം ഉള്ളത്. അപ്പോൾ നമ്മൾ എത്തുമോ എന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സമയം എന്നാ നമ്മൾ തിരിച്ചെത്തുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതെടുത്തില്ല, ഇവിടെ കാണാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ എഫിസിൻ്റെ അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കുറേ നടക്കണം. വലിയൊരു വഴിയാണ്. അതിപ്പോൾ നമ്മുടെ ഒരു 4 വരി പാതയുടെ ഒക്കെ വീതി ഉണ്ടാവും. പിന്നെ അതിനകത്തേക്ക് വാഹനങ്ങളൊന്നുമില്ല, ആൾക്കാർ നടന്നു തന്നെയാണ് പോകുന്നത്. കോബിൾ സ്റ്റോണൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുള്ള 2 സൈഡിലും മരങ്ങളൊക്കെ വലുതായി നിൽക്കുന്നു, നല്ല ഭംഗിയാണ് അതിലെ പോകാൻ. അങ്ങനെ അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ മുമ്പ് പോയത് ഒത്തിരി ബസ്സുകളൊക്കെ വന്നിറങ്ങിയ ആൾക്കാർ വലിയ ടീമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിന് തൊട്ട് മുമ്പിലൊരു ടീമിൻ്റെ കൂടെ ഒരു ഗൈഡൊക്കെ ആയിട്ടൊരു ടീമുണ്ട്. അപ്പോൾ ഇവരുടെ പുറകെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഈ ഗൈഡ് വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കും അത് കുറച്ചിങ്ങനെ കേട്ട് നമ്മൾ പോവാട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഗൈഡ് ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. ഞങ്ങളുകൊണ്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതുപോലെ ഈ ടീമിൽ പെടാത്തവർ. അപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ റോഡ് എത്തുന്നതിന് പിന്നെ റൈറ്റിലേക്ക് പോയാൽ കടലിലേക്കുള്ളൊരു വഴിയാണ്. അതും ഇതുപോലെ തന്നെ വലിയൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലേക്ക് ആൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയാണ് പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പോർട്ടിൽ ആൻ്റണിയും ക്ലിയോപാട്രയും കൂടെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇതിലെയാണ് എഫിസിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളിതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇയാളിതിങ്ങനെ വിസ്തരിച്ച് പറയാം. നമ്മൾ ചരിത്രമൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ ഇതിന് ഇയാൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ടീമിലെ അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, നിങ്ങളിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പറയണൊക്കെ കേട്ടോണ്ട് നിൽക്കുകയല്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങളെ ഓടിച്ചു വിട്ടു. കുറേ തവണ ഞങ്ങൾ അയാൾ പറയണതൊക്കെ കേട്ടു, അയാളത് ശ്രദ്ധിച്ചു. എന്തായാലും അത് പോട്ടെ, ഞങ്ങൾ പിന്നെ നമ്മുടെ വഴിക്ക് പോയി. അപ്പോൾ ഈ നമ്മളെ ഫാൻറ്റാസ്റ്റിക്നോ ഫാബുലസ്നോ അയ്യോ എന്നൊക്കെ ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ഒക്കെ അപ്പുറമാണ് അവിടുത്തെ കാഴ്ചയുടെ ഒരു ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ. ഒരു സിറ്റി മുഴുവനും ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ ഇതുപോലെ എക്സ്കവേറ്റ് ചെയ്ത പല സ്ഥലങ്ങളിലും സിറ്റികൾ എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പരിക്ക് കുറവിൽ കിട്ടിയിട്ടുള്ളതാണ് അതിലൊന്നാണത്ര എഫിസ് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ആർടെമിസ് എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. ആർടെമിസ് ഈസ് ദ ഗോഡസ് ഓഫ് വിൽഡർനെസ്, ഹണ്ട്, അങ്ങനത്തെ ഒരു ദേവിയാണ്. അതിശക്തയായ ഒരു ദേവിയാണ്. ആ ദേവിയുടെ ഒരു ടെമ്പിളായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെയൊക്കെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ എല്ലാ സ്ഥലങ്ങളും ഇവർക്ക് കോമൺ ആണ്. അതായത് പാർപ്പിടങ്ങളെല്ലാം ഒരു സ്ഥലത്ത്, പിന്നെ ടോയ്ലറ്റ് എല്ലാം ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ എഴുതി വെച്ച വിവരങ്ങളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ ഇങ്ങനെ വലിയ രാജവീതി പോലെ വഴികൾ, എന്നിട്ട് അവിടെയൊക്കെ ഫുൾ മാർബിളാണ്. പിന്നെ വലിയ കമാനങ്ങൾ, ഫസാഡ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ മേലെ വലിയ വലിയ മാർബിൾ ഫലകങ്ങൾ ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അന്നത്തെ ഇത്രയും 2000 കൊല്ലമൊക്കെ മുമ്പ് ഇതെങ്ങനെയാണ് ഇവർ, വെറും മനുഷ്യൻ്റെ ആ ബുദ്ധിയും ശക്തിയും മാത്രമല്ലേ അന്നുള്ളൂ. അന്നൊരു ടെക്നിക്കും ഇല്ല, ഒരു ടെക്നോളജിയും ഇല്ല, ഈ കണക്കുകളൊന്നും. ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് അവർ ആ സിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ട് നമ്മളങ്ങനെ അതിശയിച്ച് നിന്നു പോകും. അതുപോലത്തെ ഒരു കാഴ്ചയാണ് എഫിസ്. ഈവൻ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പോലും നമ്മൾ ഇപ്പോൾ ഒരു പൊട്ടിപ്പോയ ഇതിൻ്റെ പകുതി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ ബാക്കി എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഒരു തമാശയല്ല, ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റ്, കുറേ ടോയ്ലറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ്. അപ്പോൾ അതായത് യൂറോപ്യൻ സ്റ്റൈൽ ക്ലോസറ്റാണ്. അതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ്. അതിന് വേറെ ഇടഭിത്തികളൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനും അവർക്ക് അങ്ങനെ അതും ഒരുമിച്ചായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ കാഴ്ചകൾ അങ്ങനെ കണ്ടു. പിന്നെ ഇത് കാഴ്ചകൾ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വെറുതെ ഒന്ന് നടന്നു വരാൻ തന്നെ ഒരു 2 ദിവസം എടുക്കും. അത്രയും കൂടുതൽ ഏരിയ ഉണ്ട്. പിന്നെ അതിൽ വലിയൊരു സംഭവം ഉള്ളത് ഒരു ആംഫി തിയേറ്ററാണ്. ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റും ഒരു 3 ഭാഗത്തും സീറ്റിംഗ് ആണ്, വലിയ മേലയ്ക്ക്. അത് ഈ പറയുമ്പോൾ ഉള്ള മാതിരിയൊന്നും അല്ല, 100-150 പടികളാണ് മേലയ്ക്കുള്ളത്, അത്രയും ഹൈറ്റിൽ. എന്നിട്ട് നടുവിലൊരു വേദി, രംഗം നടുവിലാണ്. പിന്നെ ഈ ഗ്ലാഡിയേറ്റർ മൂവിയിലൊക്കെ നമ്മൾ
അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപമാണ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അത്രയും വലിയൊരു ആംഫി തിയേറ്ററാണ്. അതിൻ്റെ പുറകിൽ ഗ്രീൻ റൂമുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ റൂമിൽ ആൾക്കാർക്ക് എൻ്റർ ചെയ്ത് ഈ വേദിയിലേക്ക് വരാനും തിരിച്ചു പോകാനും ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ നമുക്ക് കയറാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് എത്രയെന്ന് വെച്ചിട്ട് ഇതൊക്കെ കയറുകയും കാണുകയും ചെയ്യും. അതുപോലെ നമ്മൾ ക്ഷീണിതരാവുകയും, നല്ല വെയിലും ഉണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റുമുണ്ട്. ഒരു പ്രത്യേക ഒരു ലോകത്തെത്തിപ്പെട്ട മാതിരി തോന്നും. അങ്ങനെ നമ്മൾ ഏകദേശം വൈകുന്നേരം വരെ. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് ഒരു മ്യൂസിയം കാണാനുള്ള ഒരു ടിക്കറ്റും കൂടെ ഉണ്ട്. അതായത് ഇവിടുന്ന് കുറച്ച് വിലപിടിപ്പുള്ളതും കുറച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതായ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അത് സെൽജുക് ടൗണിലാണ്. അപ്പോൾ അതിനും കൂടെ വേണം നമുക്ക് പോകണം. ഇത് കണ്ടു കഴിഞ്ഞ് അത് 5 മണിക്ക് ക്ലോസ് ചെയ്യും. 5 മണി വരെ അതിനകത്തേക്ക് ആൾക്കാരെ കയറ്റും, പിന്നെ അവരിറങ്ങി പോകുന്നത് വരെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു 4-4:30 ഇറങ്ങേണ്ടി വന്നു. കാരണം നമ്മൾ കണ്ടു കഴിയുന്നില്ല, എന്തൊക്കെയാ നമ്മുടെ തലയിലേക്ക് മനസ്സിലേക്ക് എടുക്കുക, ആ ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊരു 4 മണി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ മ്യൂസിയം കൂടെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങ് പോയി. അപ്പം മ്യൂസിയത്തിൻ്റെ അങ്ങോട്ട് ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിപ്പോയി. അവിടെ ജസ്റ്റ് നമ്മൾ എത്തുമ്പോൾ അത് ക്ലോസിങ് ടൈമായി. എന്നാലും നമുക്കവിടെ ഈ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിരിക്കണമെന്നറിയോ. നമ്മുടെ കയ്യിലുള്ള ബാഗോ സാധനങ്ങളോ ഒക്കെ നമുക്ക് അവിടെ ലോക്കർ തരും. പിന്നെ അങ്ങനെയൊക്കെ മ്യൂസിയത്തിൽ കയറി. ആ മ്യൂസിയം തന്നെ നടന്ന് കണ്ടാൽ തീരൂല. അതായത് അന്നത്തെ ചക്രവർത്തിമാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ടബൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു കൊത്തുപണികളും കാഴ്ചകളും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പം ഇന്നും കൂടെ ഇവിടെ നിൽക്കണോ പോകണോ എന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അവിടെ റെൻറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇയാളോട് 1 നൈറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ 100 രൂപയ്ക്ക് കിട്ടിയത്. ഇനി അയാൾ അതിന് തരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ എത്തി. ഈ റൂമിലെത്തി. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവളവിടെ ഉണ്ടായിരുന്നു, ഓസ്ലം. അങ്ങനെ ഓസ്ലം പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി ഒരു 3 മണിക്കൂർ സമയത്തേക്ക് ഔട്ടിങ്ങിന് പോകും. അപ്പോൾ അന്ന് സാറ്റർഡേ നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിയാ, യങ്സ്റ്റേഴ്സൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ഈ വീക്കെൻഡ് പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അത് ഓക്കെ എന്ന് പറഞ്ഞു. അവൾ 12 മണിയാകുമ്പോൾ വരും എന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ അന്ന് പകലത്തെ ക്ഷീണമല്ല, നമ്മൾ വേഗം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ എണീറ്റു 5 മണിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഞങ്ങളൊരു വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണണം എന്ന്. അപ്പോൾ നേരത്തെ പോകാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റു. 5:30 ആയപ്പോൾ എണീറ്റു. അപ്പോൾ ഈ ഹീറ്ററൊന്നും ഇട്ട് കിട്ടണമല്ലോ, ചൂടുവെള്ളം കിട്ടണം. അപ്പോഴും കിച്ചണിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല എനിക്കിതുവരെ. പിന്നെ എനിക്ക് കിച്ചൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവളെ വിളിക്കണ്ടല്ലോ, ഒരു 7 മണി ആവട്ടെ, ഒരു സൺഡേ മോർണിംഗ് അല്ലേ, അവൾ ലേറ്റായിട്ട് വന്നാലേ എന്നൊക്കെ വിചാരിച്ചു വെയിറ്റ് ചെയ്തു. എന്നിട്ടൊന്നും ഒരു അനക്കമില്ല, 7 മണിയായി. അപ്പം ഞാൻ കിച്ചൺ പതുക്കെ ഒന്ന് പോയി തുറന്നു നോക്കി. ഈ കിച്ചൺ തുറന്നു നോക്കിയതോട് കൂടിയിട്ട് നമ്മുടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഏറ്റവും മലിനമായ ഒരു ഓട പോലെയാണ് ആ കിച്ചണിലെ സിങ്ക് കിടക്കുന്നത്. അതിനകത്ത് നല്ല പോർസലൈൻ്റെ കപ്പുകളൊക്കെ ഈ ചെളിവെള്ളത്തിൽ ഇങ്ങനെ മുക്കി കിടക്കുന്നുണ്ട്. എങ്ങനെ ചെയ്താലും ഇങ്ങനെ ഒരു ചെളിവെള്ളത്തിൽ ആ സിങ്ക് ഇങ്ങനെ നിറയെ ഇങ്ങനെ ചെളിവെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അത്രയും അഴുക്കും, സ്റ്റൗ ഒന്നും കാണാൻ തന്നെ ഇല്ല. അപ്പം ഞാൻ അപ്പോഴാണ് ഞേട്ടലോട് ഓർത്ത്, ഇവള് ഞങ്ങൾക്ക് 2 കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം, അത് ഇതിനകത്തു നിന്നൊക്കെ അല്ലേ എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ ആലോചിച്ച് ഞങ്ങളാകെ അപ്പോഴേക്കും ഇങ്ങനെ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ തുടങ്ങി. കാരണം ഇവള് പഠിക്കുകയല്ലേ, കുട്ടിയല്ലേ, പരീക്ഷയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ഷമിച്ച് വിടുന്നത്. ഇത് നടക്കൂല, രക്ഷയില്ല, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നലായിപ്പോയി. അങ്ങനെ ഞാൻ പോയി വാതിലിൽ മുട്ടാൻ തുടങ്ങി. വാതിലിൽ മുട്ടിയിട്ടൊന്നും ഒരു അനക്കമില്ല.